വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചിത്തിനി ഫിലിം കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല, അത് നിങ്ങൾക്ക് കമൻറ്റിലൊക്കെ അറിയിക്കാം. എന്തായാലും എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. കാരണം നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ വളരെ പെട്ടെന്ന് ഹോം സ്ക്രീനിൽ വരുന്നതാണ്. അപ്പോൾ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യാനാവും. ഡയറക്ടർ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ, സ്റ്റോറി സ്ക്രീൻ പ്ലേ KV അനിൽ, സിനിമാറ്റോഗ്രാഫി രതീഷ് റാം, മ്യൂസിക് രഞ്ജിൻ രാജ് ആൻഡ് എഡിറ്റർ ജോൺ കുട്ടി. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നവർ അമിത് ചക്കാലക്കൽ, വിനയ് ഫോർട്ട്, മോക്ഷ, ആരതി നായർ, എനാക്ഷി, പോളി വത്സൻ, സുധീഷ്, ജോണി ആൻ്റണി, പ്രമോദ് വെള്ളിയനാട് ആൻഡ് മണികണ്ഠൻ ആചാരി, പിന്നെ മറ്റു താരങ്ങളും. ഇനി ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കാം. ഇതൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഹൊറർ മൂവിയായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇതിലെവിടെയാണ് ഹൊറർ ഉള്ളത്? ഇതൊരു ചിത്തിനി പ്രേതത്തിൻ്റെ കഥയാണ്. പ്രേതമൊക്കെ ഈ സിനിമയിലുണ്ട്. പക്ഷേ പ്രേതത്തെ കാണുമ്പോൾ നമുക്ക് പേടി വരണമല്ലോ. ഈ സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ എവിടെയൊക്കെ പ്രേതങ്ങളെ കാണിക്കുന്നുവോ അവിടെയൊന്നും തന്നെ എനിക്ക് യാതൊരുവിധ പേടിയും വന്നില്ല. അതാണ് സത്യം. പ്രേതപ്പടമാണെങ്കിൽ എന്തായാലും കുറച്ചെങ്കിലും നമുക്ക് പേടി വരണം. പേടി എന്നൊരു സംഭവമേ ഈ പ്രേതത്തിൽ നിന്ന് വരുന്നില്ല. കാരണം ഈ പ്രേതം ഒരു സുന്ദരിയായ പ്രേതമാണ്. സുന്ദരിയായ പ്രേതം അങ്ങനെ വന്ന് നിൽക്കുന്നു, എന്നിട്ട് അത് അമാനുഷിക ശക്തിയിൽ അതിൻ്റെ വേട്ടകളൊക്കെ ചെയ്യുന്നു. പക്ഷേ സുന്ദരിയായ പ്രേതമാണെങ്കിലും പ്രേതമായി മാറുന്ന സമയത്ത് കുറച്ച് വിരൂപത, അല്ലെങ്കിൽ കണ്ണുകളൊക്കെ ഇങ്ങനെ ചുവന്ന് അതിൽ നിന്ന് വെളിച്ചം വരുന്ന പോലെ അങ്ങനെയൊക്കെ കാണിക്കുമല്ലോ. അങ്ങനെയൊന്നും തന്നെ ഇല്ല. ഒരു സുന്ദരിയായ ക്യാരക്ടർ വന്ന് നിൽക്കുന്നു, അത്ര തന്നെ ഉള്ളൂ. അത് പ്രേതമാണെന്ന് നമുക്ക് എങ്ങനെ പറയാനാകും? അതേ ഇനി പ്രേതം അങ്ങനെ ആയിക്കോട്ടെ, അത് ഒരു വിരൂപത അതൊന്നും ഇല്ലെങ്കിലും ആ സിനിമയിലുള്ള ഓരോ രംഗങ്ങൾ അത് പെട്ടെന്ന് നമ്മളെ പേടിപ്പിക്കുന്ന പോലെ ഓരോ രംഗങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പേടിച്ചു എന്ന് പറയാം. പെട്ടെന്ന് വാതിലടയുക, പെട്ടെന്ന് ജനൽ, അങ്ങനത്തെ സീനുണ്ട്. ജനൽ അടയുന്നതും അങ്ങനത്തെയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് പേടി തോന്നുന്ന രീതിയിൽ ഇല്ല. അതുകൊണ്ട് ഹൊറർ മൂവി എന്ന് എനിക്ക് പറയാനാവില്ല. ഇത് അങ്ങനെ പോകുന്നത് ഒരു ക്രൈം ത്രില്ലർ മൂവി ആയിട്ടാണ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ ഫാമിലി എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് ഉണ്ട്, അത് നന്നായിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയാം. ഈ സിനിമയുടെ ആദ്യ ഭാഗത്ത് മോക്ഷയുടെ സീത എന്ന ക്യാരക്ടർ നന്നായിട്ടുണ്ട്. ആദ്യ ഭാഗത്ത് മാത്രമല്ല, സീതയുടെ ആ ക്യാരക്ടർ, മോക്ഷയുടെ ക്യാരക്ടർ ആദ്യം മുതൽ അവസാനം വരെ സീതയുടെ റോള്, മോക്ഷയുടെ റോള് നന്നായിട്ടുണ്ട്. അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡാൻസ് അവരുടെ ഉണ്ട്, അത് നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ അമിത് ചക്കാലക്കലിൻ്റെ റോള്, നല്ലൊരു നീതിമാനായ നല്ലൊരു പോലീസ് ഓഫീസർ. അതേപോലെ പോലീസ് ഓഫീസർക്ക് പറ്റിയ ബോഡി ലാംഗ്വേജ്, അതേപോലെ ആ ഒരു എന്താ പറയുക, ഒരു ഗൗരവം, അതൊക്കെ ആ ക്യാരക്ടറിലുണ്ട്. അങ്ങേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ വിനയ് ഫോർട്ടിൻ്റെ ക്യാരക്ടറിന് ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിന് എത്രയാണോ മൂല്യമുള്ളത് അത് വിനയ് ഫോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവർ ആദ്യം തന്നെ ഒരു പ്രണയം കാര്യങ്ങൾ കാണിച്ചിട്ട് ഒരു സോങ് ഒക്കെ കാണിക്കുന്നുണ്ട്. ആ സോങ് നന്നായിട്ടുണ്ട് കേട്ടോ. ആരു നീ എന്നുള്ള സോങ് നല്ല രസമുണ്ട്. ഈ അനിയത്തി പ്രാവിലെ ഓ പ്രിയെ കേട്ടല്ലോ, അതുപോലെയൊക്കെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ സോങ് കണ്ടപ്പോൾ എന്താ തോന്നിയെന്നറിയോ? തമിഴ് സിനിമ കാക്ക സൂര്യയുടെ ആ സിനിമയിൽ ഉയിരിന്നുയിരേ ഉരവിന്നുയിരേ അങ്ങനെ ഒരു പാട്ടില്ലേ, ആ പാട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം ആരു നീ സോങ് നന്നായിട്ടുണ്ട്. അതിൻ്റെ മ്യൂസിക് എല്ലാം, പാട്ട് ഈണം എല്ലാം നന്നായിട്ടുണ്ട്. അതിൽ ഇവർ പ്രണയമായിട്ട് അഭിനയിച്ചതും ആ അഭിനയം കണ്ടപ്പോഴാണ് എനിക്ക് ആ ഒരു ഓർമ്മ വന്നത്. നന്നായിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഒരു വലിയ വീട്ടിൽ ഇവരൊരു അമിത് ചക്കാലക്കൽ ഒരു പ്രത്യേക ടീഷർട്ട്, അതേപോലെ പാൻറ്റ്, അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂം, അതേപോലെ മോക്ഷയുടെ ക്യാരക്ടറിന് അവർ രണ്ടുപേരും അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ശരിക്കും തോന്നിയത് കാക്ക സിനിമയിലെ ആ ഒരു പോലീസ് ഓഫീസറായ സൂര്യയുടെ ക്യാരക്ടറാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത് സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ആ ഭാഗത്തു നിന്ന് അങ്ങോട്ട് ഇത് പ്രേത സിനിമയ്ക്ക് പകരം കാക്ക സിനിമയിലുള്ള പോലെ ഒരു നീതിമാനായ ഓഫീസർ, ഭയങ്കര ആക്ഷൻ രംഗങ്ങൾ അങ്ങനെയൊക്കെ പോയിട്ട് ആ രീതിയിൽ ക്രൈം പോലെ പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. കാരണം ഈ പ്രേത സിനിമ എന്ന് പറഞ്ഞിട്ട് ഒരു പേടി വരുന്നില്ല. പക്ഷേ ഇതിലൊരു കണ്ടന്റ് ഉണ്ട് കേട്ടോ.
ഇവർ ഒരു ക്രൈം ത്രില്ലർ തന്നെയാണ്, പ്രേതത്തിൻ്റെ പിന്നാലെ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഓക്കെയാണ്, അത് ഒരു കണ്ടൻറ് ബേസ്ഡ് ഫിലിമാണ്. പക്ഷെ പേടിയൊന്നും വന്നില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഈ പോലീസ് ഓഫീസറുടെ വേഷം ഇദ്ദേഹം നന്നായി ചെയ്തതുകൊണ്ട് അങ്ങനെ ആ റോളിൽ പോയാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് റൈറ്ററുടെ സ്വാതന്ത്ര്യമാണ്, കഥ എഴുതുന്ന ആളുടെ. അദ്ദേഹം എന്താണോ എടുക്കുന്നത് അത് നമ്മൾ കാണുന്നു. പക്ഷേ അതിൽ നമുക്കൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എഴുതിയത് നന്നായിരിക്കണം, നല്ല രീതിയിൽ സിനിമയായി വന്നിരിക്കണം, അതാണ്. പക്ഷേ എഴുത്തൊക്കെ ഓക്കെ ആണെങ്കിൽ ഇത് കുറേ വിഷയങ്ങളെ എന്തൊക്കെയോ ലോജിക്കില്ലാതെ വന്നിട്ടുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ഫാമിലി മാറ്റേഴ്സ് എന്ന നിലയ്ക്ക് ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അതിൽ പോളി വത്സൻ്റെ ക്യാരക്ടറും ഒരു വീട്ടുജോലിക്കാരിയുടെ ക്യാരക്ടറിൽ അവർ വരുന്നുണ്ട്, അതും നന്നായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ തന്നെ മുന്നോട്ട് പോലീസ് ഓഫീസറായിട്ട് പോയാൽ മതിയായിരുന്നു എന്ന് തോന്നി, അത്രയേ ഉള്ളൂ. അത് നമുക്ക് വിടാം. ഇനി ഈ സിനിമയുടെ വിഷയത്തിലേക്ക് കിടക്കാം. ഇതിൽ കുറേ എഡിറ്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ആദ്യം തന്നെ അച്ഛനും മോളും തമ്മിൽ അവരുടെ പ്രണയ വിഷയത്തെ അച്ഛന് ഇഷ്ടമില്ലാത്ത ഇത് സംസാരിക്കുന്ന സമയത്ത്, ആ സീൻ തുടങ്ങുന്ന സമയത്ത് ഒരു 5-6 സെക്കൻഡ് എഡിറ്റർ കട്ട് ചെയ്യാമായിരുന്നു. അതെന്തിനാ അത് അങ്ങനെ വെച്ചത്? കാരണം സ്റ്റാർട്ട് പറഞ്ഞതിന് ശേഷം കുറച്ച് നേരം അവർ നിന്ന് ഡയലോഗ് കേൾക്കാൻ വേണ്ടി നിന്ന പോലെ ആയിപ്പോയി. അപ്പോൾ അതേപോലെ തന്നെ ഒരു ചുവന്ന കാറിൻ്റെ മുന്നിൽ യെല്ലോ ചുരിദാറിൽ മോക്ഷയുടെ ക്യാരക്ടർ നിൽക്കുന്നു, അടുത്ത് തന്നെ അമീത് ചക്കാലക്കലിൻ്റെ അലൻ ക്യാരക്ടർ നിൽക്കുന്നു. അവർ നിൽക്കുമ്പോഴും ഒരു 5-6 സെക്കൻഡ് തുടക്കത്തിൽ ഒന്നും മിണ്ടുന്നില്ല. അവിടെ ഒരു കട്ടിങ് ചെയ്യാമായിരുന്നു. അതൊക്കെ നോക്കുമ്പോൾ ഒരു ലാഗ് പോലെ തോന്നും. ഈ 5-6 സെക്കൻഡേ ഉള്ളൂ എങ്കിലും നമുക്കത് അങ്ങനെ ഫീൽ ചെയ്യും. അപ്പോൾ എഡിറ്റിങ്ങിൽ കുറച്ച് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശരിയാക്കാമായിരുന്നു. അതേസമയം സിനിമാറ്റോഗ്രാഫി നന്നായിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ സിനിമ നല്ല ക്ലാരിറ്റിയാണ്. ആരുന്നീ സോങ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതേപോലെ ഇവരുടെ കളറ് അതൊക്കെ തന്നെ സിനിമാറ്റോഗ്രാഫിയിൽ അതിന് എഡിറ്ററായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, കളറിൻ്റെ മിക്സിങ് കാര്യങ്ങളൊക്കെ. എന്തായാലും അതൊക്കെ നന്നായിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി എഡിറ്ററാണ് അത് ചെയ്തിട്ടുള്ളതെങ്കിൽ അതും നന്നായിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എഡിറ്റിങ്ങിൽ ഇതുപോലത്തെ ചെറിയ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. അതേപോലെ സ്ക്രീൻ പ്രസൻറ്റേഷൻ, ക്യാരക്ടറുകൾ ഒക്കെ നിൽക്കുന്ന സമയത്ത് ഒരാൾ ഡയലോഗ് പറയുമ്പോൾ മറ്റുള്ളവരുടെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, മുഖം, അതിനനുസരിച്ച് ആ ക്യാരക്ടറിനെ നോക്കിക്കൊണ്ടോ അല്ലാതെയൊക്കെ എക്സ്പ്രഷൻ കാണിക്കുന്നത്, അതിലും കുറച്ച് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ആരതി നായർക്കൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു മറ്റേ ആറുമുഖൻ എന്ന ക്യാരക്ടർ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്ന സമയത്ത് പോലീസ്, വിനയ് ഫോർട്ട്, ആരതി നായരൊക്കെ നിൽക്കുമ്പോൾ അവർ മുഖത്തോട് മുഖം നോക്കുമ്പോഴൊക്കെ അതൊരു സുഖമില്ലാത്ത പോലെയാണ് നോക്കുന്നത്. ആ എക്സ്പ്രഷൻ, ആ സ്ക്രീൻ പ്രസൻറ്റേഷന് കുറച്ച് മിസ്റ്റേക്കുകൾ അവിടെ വരുന്നുണ്ട്, എഡിറ്റിങ്ങിൽ ഇതിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാമായിരുന്നു. പിന്നെ ഇതിൽ ലോജിക്ക് ഇല്ലാത്ത വിഷയങ്ങളെന്ന് ഞാൻ പറഞ്ഞത്, ഇതിൽ ഇവർ പോകുന്ന വഴിക്ക് ഒരു വഴിയിലൊരു തട്ടുകട പോലെ അതിലൊരു വയസ്സായ അമ്മയുടെ അടുത്ത് കട്ടൻ ചായ മേടിച്ച് കുടിക്കുമ്പോൾ ആ വയസ്സായ അമ്മ ഒരു ഹൊറർ ക്യാരക്ടറായിട്ട് കാണിക്കുന്നു. അത് ഓക്കെ കാണിച്ചു, പക്ഷേ ആ ക്യാരക്ടറിന് ഇതിലെ കണ്ടൻറ്റുമായിട്ട് ഒരു ലിങ്ക് വേണ്ടേ? അങ്ങനെ ഒരു ലിങ്ക് ഇല്ല. അതെന്ത് പറ്റി? അത് ഒരു എന്തെങ്കിലും ഒരു ലോജിക്ക് അതിൽ കാണിക്കണ്ടേ? പ്രേതത്തിൻ്റെ അമ്മയെന്നോ അങ്ങനെ എന്തെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഒരു ലിങ്ക് ഇല്ലാതെ വെറുതെ ഹൊററായിട്ട് കാണിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഒരു ഗർഭിണിയായ ഒരു ലേഡി തൂങ്ങി മരിക്കുന്നുണ്ട്. അതിനെ മണികണ്ഠൻ ആചാരി വന്നിട്ട് ഇറക്കിയൊക്കെ. മണികണ്ഠൻ ആചാരിയുടെ ക്യാരക്ടർ വന്നപ്പോൾ ഞാൻ കുറച്ച് ആലോചിച്ചു കേട്ടോ. കാരണം പോലീസുകാർക്കൊക്കെ ഇത്തരം ക്യാരക്ടറുകളെ എപ്പോഴും ആവശ്യമായി വരും. നല്ല മദ്യപിച്ചിട്ടൊക്കെ അളിഞ്ഞ ശരീരങ്ങളൊക്കെ അഴിച്ച് ഇറക്കാനും അങ്ങനത്തെ ഞാൻ തന്നെ അത് കണ്ടിട്ടുണ്ട്. ആത്മഹത്യ ചെയ്ത് തൂങ്ങി നിൽക്കുന്ന ആളെ അങ്ങനെയുള്ള ആളുകൾ വന്ന് എടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ പോലീസുകാർക്ക് അത് പറ്റിക്കൊള്ളുന്നില്ല, അപ്പോൾ ഇവരൊക്കെയാണ് അത് ചെയ്യുക. അത് മണികണ്ഠൻ ആചാരി അങ്ങനെ ചെയ്യുന്നു. ഇത് അളിഞ്ഞ ക്യാരക്ടറൊന്നും അല്ല കേട്ടോ, പക്ഷെ ചെയ്യുന്നുണ്ട്. അതൊക്കെ മണികണ്ഠൻ ആചാരിയുടെ വേഷം കുഴപ്പമില്ല, ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലുള്ള ആ ക്യാരക്ടറിനെ മണികണ്ഠൻ ആചാരി വണ്ടിയിൽ കൊണ്ടുവന്നു. അപ്പോൾ അത് പ്രേതമായി മാറിയിട്ട് എന്തിനാണ് മണികണ്ഠൻ ആചാര്യനെ വേട്ടയാടിയത്? ആ മണികണ്ഠൻ ആചാര്യയുടെ ക്യാരക്ടർ പെട്ടെന്ന് മരണപ്പെട്ട പോലെയാണ് തോന്നിപ്പിക്കുന്നത്. കാരണം ഇത് അമാനുഷിക ശക്തിയിൽ അവനോട്, ആ ക്യാരക്ടറോട് കൊല്ലാൻ നോക്കുന്നു, പിന്നെ അയാളെ കാണിക്കുന്നുമില്ല. അതേപോലെ തന്നെ ആ ക്യാരക്ടർ, അതായത് ഈ തൂങ്ങി മരിച്ച ക്യാരക്ടർ ഈ സിനിമയിൽ ആരാണ് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അതും ഒരു ദുരൂഹതയായിട്ട് നിലനിൽക്കുന്നു സിനിമയിൽ. അതേപോലെ ഇതിൽ പൂജാരിയും, അതായത് മാന്ത്രികനും
വൈദികനും ഒപ്പം ഇരുന്ന് പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന പോലത്തെ ഒരു സീനുണ്ട്. അതെന്തേ അങ്ങനെ വന്നത്? അച്ഛന്മാരെവിടെയും ക്രിസ്ത്യൻ മതപ്രകാരം പൂജ കർമ്മങ്ങൾ ചെയ്യുന്നവരുമായി അടുത്തിരുന്നിട്ട് പ്രേതത്തെ തളയ്ക്കുന്ന ഒരു മതവിശ്വാസം ക്രിസ്ത്യൻ സമുദായത്തിൽ ഇല്ല. അതെന്തിനാ അങ്ങനെ വെച്ചത്? അതേസമയം അച്ഛൻ തനിയെ പോയിട്ട് അവിടെ പോയിട്ട് പ്രേതത്തിൻ്റെ ഭാഗത്തൊക്കെ വെഞ്ചിരിപ്പ് കാര്യങ്ങൾ അതൊക്കെ ചെയ്യാം, അതായത് വിശ്വാസപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതല്ലാതെ മാന്ത്രികനും അച്ഛനും ഒപ്പം ഇരുന്നിട്ട് അത് ചെയ്യുന്നത് അത് അത്രയ്ക്ക് ഒരു സുഖം കിട്ടിയില്ല. അത് സിനിമയായി കണ്ടാൽ മതി എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ യാഥാർത്ഥ്യവുമായിട്ട് വരുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അതൊരു മൈനസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിലെ യഥാർത്ഥ വില്ലനെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ആ വില്ലനെ ശരിക്കും ഇതിലെ നീതിമാനായ പോലീസ് ഓഫീസറായ അലൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങേരെ നീതിപീഠത്തിൻ്റെ മുമ്പിൽ ഹാജരാക്കുകയാണല്ലോ വേണ്ടത്. പക്ഷേ ഇതിൽ പോലീസ് ഓഫീസർ എന്ത് ചെയ്യുന്നു? പ്രേതത്തിൻ്റെ അടുത്തേക്ക് ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് വിട്ടുകൊടുക്കുന്നു. എന്തോ ചെയ്തോളൂ, നിങ്ങൾ പ്രേതം എന്തോ ചെയ്തോന്ന്. അങ്ങനെയാണോ നീതിമാനായ പോലീസ് ഓഫീസർ ചെയ്യുക? അപ്പോൾ അതൊരു ലോജിക്കില്ലാത്ത ഇത്തരം കാര്യങ്ങളുണ്ട്. ശരിക്കും അവിടെ എന്താണ് വേണ്ടത്? ഇദ്ദേഹം ഈ വില്ലനെ അറസ്റ്റ് ചെയ്ത് വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ ആ വണ്ടീനെ പെട്ടെന്ന് ഒരു കാട് പോലെ ഇതിലുണ്ട്, അത് കാണിക്കുമ്പോൾ ചിത്തിനി പ്രേതം വന്നിട്ട് ആ വണ്ടീനെ മറിച്ചിട്ടിട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇതിലുള്ള അതിന് വേട്ടയാടേണ്ട ആളുകളെ മാത്രം വേട്ടയാടുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ പോലീസ് ഓഫീസർ തൻ്റെ നീതി കാണിക്കാൻ കൊണ്ടുപോയി നീതിപീഠത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി, പക്ഷേ പ്രേതം അവരെ കൊന്നു. അങ്ങനെ വെക്കുകയാണെങ്കിൽ രണ്ടും നടക്കും. ലോജിക്ക് പ്രകാരം പോലീസ് എന്ന നിലയ്ക്കുള്ള കാര്യവും നടക്കും, പ്രേതം എന്നുള്ള കാര്യവും നടക്കും. അതല്ലാതെ ഇവരെ രണ്ടുപേരെയും പ്രേതത്തിന് ഇന്നാ പിടിച്ചോ പറഞ്ഞിട്ട് വിട്ടുകൊടുക്കുമ്പോൾ അതൊരു സുഖമുണ്ടോ? അതും ഒരു ലോജിക്കില്ലാത്ത കാര്യമായി പോയി. പിന്നെ അതേപോലെ തന്നെ വില്ലനെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ആ വില്ലൻ ഈ സിനിമയിൽ ഉടനീളം എന്താണോ ഒരു പാവം പോലെയുള്ള ക്യാരക്ടർ പോലെ ചെയ്യുന്നത്, അതേപോലെ തന്നെ വില്ലൻ ആ കഥകളൊക്കെ പറയുന്ന സമയത്ത് അതേപോലെ തന്നെ പറയുന്നു. ശരിക്കും പറഞ്ഞാൽ വില്ലൻ ആണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ വില്ലൻ ക്രൂരമായ രീതിയിൽ ആ കഥ വിവരിക്കണ്ടേ? അത് കാണിക്കുന്നില്ല. അയാളൊരു വില്ലനെ പോലെ അല്ലാതെ ഒരു പാവം പിടിച്ച ആൾ ഈ ഒരു കാര്യം ചെയ്യാത്ത പോലെ അവിടെ വന്നുപോയി. അപ്പോൾ അങ്ങനത്തെ മിസ്റ്റേക്കുകൾ, ലോജിക്കില്ലാത്ത മിസ്റ്റേക്കുകൾ ഇതിൽ കുറേ വന്നു. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ഒരു കണ്ടന്റ് ഉണ്ട്, പ്രേതത്തെ സംബന്ധിച്ച് ഒരു കണ്ടന്റ് വെച്ചിട്ടുണ്ട്, നല്ല കണ്ടന്റാണ്. അതേപോലെ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്, നല്ല പാട്ടുണ്ട്. അതേപോലെ മോക്ഷയുടെ ക്യാരക്ടറിന് ഒരു ഫൈറ്റ് ഇതിൽ കാണിക്കുന്നുണ്ട്, അത് നന്നായിട്ടുണ്ട് കേട്ടോ. അത് അവർ ഒരു പ്രേതമായിട്ട് മാറിയത് കൊണ്ട് അവർ ചെയ്തതാണോ എന്താണെന്ന് അവിടെ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ആ ഫൈറ്റ് നന്നായിട്ടുണ്ട്. പക്ഷേ ഇതിലെ ആരതി നായർ ഫൈറ്റിൽ ഇറങ്ങുന്നുണ്ട്. അതെന്തിനാണ്? അതൊരു വിനയ് ഫോർട്ടും അമിത് ചക്കാലക്കലും എല്ലാം ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ആരതി നായരും ഫൈറ്റിൽ അംഗമാവുന്നു. അപ്പോൾ അവർ ഫൈറ്റിൽ അംഗമാകണമെങ്കിൽ ഒന്ന് അവരിൽ പ്രേതം പിടിച്ചിട്ടോ അല്ലെങ്കിൽ നേരത്തെ തന്നെ അവരൊരു ആക്ഷൻ ഒക്കെ പഠിച്ചവരോ ആയിട്ട് എന്തെങ്കിലും ഒരു ഇത് കാണിക്കണ്ടേ? അതും കാണിക്കുന്നില്ല. അതും ഒരു ലോജിക്കില്ലാത്ത പോലെ ആയിപ്പോയി. അപ്പോൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയ പോലെ തോന്നിപ്പോയി. എനിക്കിത് പറയാതിരിക്കാൻ വയ്യ, കാരണം നമ്മൾ റിവ്യൂ വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല വശവും ചീത്ത വശവും പറയണമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. എന്നാലും ഈ സിനിമയുടെ ആ കണ്ടൻറ്റ് ബേസിലും അതേപോലെ ആ ഫാമിലി എൻ്റർടൈൻമെൻറ്റ്, അതായത് മോക്ഷയുടെയും അമിത് ചക്കാലക്കലിൻ്റെയും അഭിനയം കൊണ്ടുമൊക്കെ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. കണ്ടിരിക്കാം, കുഴപ്പമില്ലാതെ തോന്നി. അതായത് ഇതൊരു ആവറേജ് മൂവി എന്നേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. സത്യം പറഞ്ഞാൽ എന്നോട് കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിലും ഇതായിട്ട് പറഞ്ഞു പോകും. പക്ഷേ ആവറേജ് മൂവിയാണെന്ന് ഞാൻ പറയുകയാണ്, അത്രയേ ഉള്ളൂ. കാരണം പറയാതിരിക്കാൻ വയ്യ, ഇത്തരം കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ വന്നു പോയിട്ടുണ്ട്. അപ്പം ചിത്തിനി പ്രേതമല്ല, സുന്ദരിയായ ഒരു ആത്മാവ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.